ശശി തരൂർ ചെറിയ മീനല്ല, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം ശശി തരൂർ ചെറിയ മീനല്ല എന്ന്. എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കേരളം തന്നെയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേര തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് ഏതു വഴിക്ക് എന്നതിൽ മാത്രമേ സംശയമുള്ളൂ. കോൺഗ്രസിൽ നിന്ന് നടക്കുമോ, അതല്ല കോൺഗ്രസ് വിട്ട് പുറത്തു വന്ന് ഒരു മൂന്നാം മുന്നണി രൂപീകരിച്ച് അതിൻ്റെ നേതാവായി ബി.ജെ.പിയിൽ ചേരുന്നില്ല. ബി.ജെ.പിയിൽ ചേർന്നാലല്ലേ പ്രശ്നമുള്ളൂ. ബി.ജെ.പിയിൽ ചേരാതെ ഒരു മൂന്നാം മുന്നണി രൂപീകരിച്ച് അതിൻ്റെ നേതാവായി ബി.ജെ.പി പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയാവാൻ കഴിയുമോ എന്നാണോ ശശി തരൂർ ശ്രമിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്തുകൊണ്ടാണ് അക്കാര്യം പറയാൻ കാരണം? ഇന്നത്തെ മാതൃഭൂമിയിൽ എന്ന് വെച്ചാൽ 2025 ജൂലൈ 15 ചൊവ്വാഴ്ചയിലെ മാതൃഭൂമി പത്രത്തിൽ ഒരു ലേഖനമുണ്ട്. മുസ്ലിം ലീഗ് പോലും മറന്നുപോയ ഒരു കാര്യം ശശി തരൂർ ഓർക്കുക, അത് സംബന്ധിച്ച് ഒരു ലേഖനം എഴുതുക, അത് മാതൃഭൂമിയിൽ തന്നെ പ്രസിദ്ധീകരിക്കുക. ചെറിയ മീനല്ല ശശി തരൂർ. എന്തിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? വേണം CH മോഡൽ. ഇതാണ് ലേഖനത്തിൻ്റെ തലക്കെട്ട്. വേണം CH മോഡൽ. CH മുഹമ്മദ് കോയയുടെ ജന്മവാർഷിക ദിനത്തിൽ എൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ വികസന പാതയെക്കുറിച്ച് അഭിമാനിക്കുന്ന എല്ലാവരുടെയും ചിന്തകൾ തിരയുന്നത് പലപ്പോഴും അർഹിക്കുന്ന പ്രാധാന്യം ലഭിച്ചിട്ടില്ല എങ്കിലും അസാമാന്യ സ്വാധീന ശക്തി ഉണ്ടായിരുന്ന ആ നേതാവിലേക്കാണ്. ഏതാണ് ആ നേതാവ്? CH ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. CH നെ കുറിച്ചുള്ള ലേഖനമാണ്. CH നെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് ലേഖനം എഴുതുന്നത്. മുസ്ലിം ലീഗുകാർ പോലും മറന്നുപോയിട്ടുണ്ട് ഇന്ന് CH മുഹമ്മദ് കോയയുടെ ജന്മവാർഷികമാണ് എന്ന്. പക്ഷേ ശശി തരൂർ മറന്നിട്ടില്ല. എന്താണ് ശശി തരൂരിൻ്റെ മനസ്സിലുള്ളത്? ഈ ലേഖനത്തിൻ്റെ അവസാന പാരഗ്രാഫല്ല, ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. CH മുഹമ്മദ് കോയെ വിശേഷിപ്പിക്കാൻ ശശി തരൂർ ഒരു കോട്ട്, ഒരു നേതാവിൻ്റെ വാക്ക് കടമെടുക്കുന്നുണ്ട്. അത് ആരുടേതാണെന്ന് അറിയാമോ? KG മാരാറുടേത്. CH മുഹമ്മദ് കോയെ വിശേഷിപ്പിക്കാൻ KG മാരാറുടെ തന്നെ ഒരു കോട്ട്, ഒരു വാക്ക് കടമെടുക്കേണ്ട കാര്യമുണ്ടോ? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ടാണ് KG മാരാരുടെ വാക്ക് കടമെടുത്ത് CH നെ പുകഴ്ത്തുന്നത്, CH നെ കുറിച്ച് പറയുന്നത്, അതല്ലെങ്കിൽ CH നെ വിലയിരുത്തുന്നത്? അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. KG മാരാർ BJP നേതാവാണ്. BJP നേതാവായ KG മാരാറുടെ വാക്കെടുത്ത് കടമെടുത്ത് CH നെ കുറിച്ച് എഴുതുമ്പോൾ സ്വാഭാവികമായും KG മാരാറും CH തമ്മിലൊരു താരതമ്യം വരും. അത് വരേണ്ടത് ആരുടെ ആവശ്യമാണ്? BJPയുടെ ആവശ്യമാണ്. അതോടൊപ്പം തന്നെ ശശി തരൂരിൻ്റെ ആവശ്യമാണ്. ശശി തരൂർ ഏതു വഴിക്കാണ് പോകുന്നത് എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവ് ആവശ്യമില്ല. ശശി തരൂർ ആദ്യം പറഞ്ഞതുപോലെ മൂന്നാം മുന്നണിയുടെ നേതാവായി വരാൻ പോകുന്നു, BJP പിന്തുണയോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് അത്. ശശി തരൂർ പറയുകയാണ്, ജനസംഘം നേതാവായിരുന്ന KG മാരാർ അദ്ദേഹത്തെ CHM കോയ, C എന്നത് ക്രിസ്ത്യനും H എന്നത് ഹിന്ദുവും M എന്നത് മുസ്ലിമും എന്ന് വിശേഷിപ്പിച്ചത് എന്നാണ് ഈ ലേഖനത്തിൻ്റെ അവസാനത്ത് പറയുന്നത്. അതോടൊപ്പം പറയുകയാണ്, വിഭാഗീയമായ വാഗ്ദോരണികളുടെയും സ്വത്വ രാഷ്ട്രീയത്തിൻ്റെയും ഈ കാലത്ത് കോയ സാഹിബിൻ്റെ പൈതൃകം നമുക്ക് നൽകുന്നത് അനിവാര്യമായ മറ്റൊരു ആഖ്യാനമാണ്. ഏതാണ് ആ മറ്റൊരു ആഖ്യാനം? അത് വിശദീകരിച്ചിട്ടില്ല ശശി തരൂർ. ശശി തരൂരിൻ്റെ മനസ്സിലുണ്ട് ആ ആഖ്യാനം എന്താണ് എന്ന്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ആഖ്യാനമാണോ എന്നതേ ഇനി അറിയാനുള്ളൂ. ഒരാളുടെ സമുദായത്തിനു വേണ്ടി ശബ്ദിക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്കായി പൊതു കാഴ്ചപ്പാട് രൂപപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ ആകെ താല്പര്യങ്ങൾക്ക് വേണ്ടി വീറോടെ പൊരുതാൻ കഴിയുമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. കേരളം സാമ്പത്തികം, ഉന്നത വിദ്യാഭ്യാസം, സാമൂഹികം തുടങ്ങിയ മേഖലകളിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഭരണനിർവഹണത്തോടുള്ള CHൻ്റെ സമീപനം മികച്ച മാതൃക വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ BJP മുന്നോട്ട് വെക്കുന്ന വികസിത കേരളം ഉണ്ടാകണം. എല്ലാ രാഷ്ട്രീയ ചിന്തകൾക്കും അപ്പുറം കേരളത്തിന് വേണ്ടി ഒന്നിക്കുക, അതാണ് വികസിത കേരളം എന്ന മുദ്രാവാക്യത്തിലൂടെ BJP മുന്നോട്ട് വെക്കുന്നത്. അത്
ഇവിടെ പരാമർശിക്കുകയാണ്. അതിൻ്റെ ആദ്യത്തെ വക്താവ്, വികസിത കേരളം എന്ന കാഴ്ചപ്പാടിൻ്റെ ആദ്യത്തെ വക്താവ് CH മുഹമ്മദ് കോയയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ ലേഖനം ആദ്യം മുതൽ അവസാനം വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ വികസനത്തിന് വേണ്ടി ഒരു പൊതു കൂട്ടായ്മ ഉണ്ടാകേണ്ടതുണ്ട്. അതിൽ മുസ്ലിം നേതാക്കൾ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ്, CH മുഹമ്മദ് കോയ എന്ന് വെച്ചാൽ മുസ്ലിം ലീഗാണ്. CH മുഹമ്മദ് കോയയെ മാറ്റി നിർത്തിക്കൊണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും കഴിയില്ല. അങ്ങനെ CH മുഹമ്മദ് കോയയെ വല്ലാതെ പുകഴ്ത്തി ലേഖനം എഴുതുകയും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ കുറിച്ച് വിലയിരുത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ചെന്ന് എത്തുന്നത് എവിടത്തേക്കാണ്? അത് മുസ്ലിം ലീഗിലേക്ക് തന്നെയാണ്. സ്വത്വരാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ കാലത്ത് മറ്റൊരാഖ്യാനം നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്നിടത്താണ് ശശി തരൂരിൻ്റെ രാഷ്ട്രീയം വ്യക്തമാകുന്നത്. ശശി തരൂർ വെറുതെ KG മാരാറെ ഉദ്ധരിക്കുന്നതല്ല. ശശി തരൂർ ഇന്നത്തെ ദിവസം മാതൃഭൂമിയിൽ ലേഖനം എഴുതാൻ CH മുഹമ്മദ് കോയയെ തന്നെ ഉപയോഗിക്കുന്നത്, അങ്ങനെ തന്നെ പറയണം, ഉപയോഗിക്കുന്നത് കോട്ടിലാണ്. വെറുതെയല്ല, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ശശി തരൂർ ചെറിയ മീനല്ല എന്ന്.